ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഏതൊക്കെയോ വീഡിയോസിൽ ആരൊക്കെയോ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലൈറ്റ് ചെയ്യണ ദിവസത്തെയാണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ എനിക്കിന്നൊരു വ്ലോഗ് എടുക്കാനുള്ളൊരു മൂഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി എഴുന്നേറ്റ് കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റു, പല്ല് തേച്ചു, ഒന്ന് ഫ്രഷൊക്കെ ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിൽ കാണാം. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്കിംഗ്. പിന്നെ എന്നും രാവിലെ കോഫിയൊക്കെ കുടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ബൂസ്റ്റ് കുടിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ബൂസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. ഇവിടെ ബൂസ്റ്റ് അങ്ങനെ മിക്ക സംഭവങ്ങളും നമ്മുടെ നാട്ടിലുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ബൂസ്റ്റ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ബൂസ്റ്റാണ് ഞാൻ രാവിലെ കുടിക്കുക. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഏത്തപ്പഴം കൊണ്ടുവന്നു. ആ ഏത്തപ്പഴമാണ് ഇതാക്കി കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതും പിന്നെ ഒരു 2 ബ്രെഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും താല്പര്യമില്ലെന്ന് വെച്ചാൽ ആലു പറാത്ത അങ്ങനെ കുറേ പറാത്തകളുണ്ട്. എനിക്കറിയില്ല എന്താണ്, എനിക്ക് എല്ലാത്തിനും ഒരേ ടേസ്റ്റാണ് തോന്നാറ്. പക്ഷേ പലതും പല പേരിൽ അറിയപ്പെടും. എനിക്ക് തീരെ കഴിക്കാൻ താല്പര്യമില്ല. അത് കഴിക്കണമെങ്കിൽ ഞാൻ ഒന്നും കഴിക്കില്ല. സോ യെസ്, ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ക്യാമറയുടെ റെക്കോർഡിംഗ് ഓണാക്കാൻ മറന്നുപോയി, ആസ് യൂഷ്വൽ. സോ പഴം ഇവിടെ റോസ്റ്റായി ഞാൻ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നില്ല കേട്ടോ. എനിക്കറിയില്ല, എനിക്കിപ്പോൾ പീരിയഡ്സ് ആണ്. അപ്പം എനിക്ക് യൂഷ്വലി പീരിയഡ്സിൻ്റെ സമയത്ത് ഐ എം നോട്ട് ഫീലിംഗ് ലൈക്ക് ഈറ്റിംഗ് എനിത്തിങ്. എനിക്ക് അങ്ങനെ വിശപ്പൊന്നും വരാറില്ല. പക്ഷെ ചില സമയത്ത് മാരകമായ ചില ക്രേവിങ്സ് വരും. ആ സാധനം എനിക്ക് അപ്പം തന്നെ കിട്ടണം, അല്ലെങ്കിൽ പണിയാണ്. അങ്ങനെയൊക്കെ. അല്ലാതെ ഒരു പഴം ചീത്തയായി പോയിട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഐ ഫീൽ സോ സാഡ്. ഞാൻ സത്യം പറഞ്ഞാൽ പഴത്തിൻ്റെ കാര്യം മറന്നുപോയി. അതുകൊണ്ട് ഒരു പഴം ചീത്തയായി. കുഴപ്പമില്ല. അവിടെ ഒരു പശുവിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പശു ഇന്നെങ്കിലും മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കട്ടെ. ഇന്നും ആ പശു കഴിക്കുന്നത് എന്താ, ഈ പ്ലാസ്റ്റിക് കവറും അതും ഇതൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ബ്രെഡ് കഴിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ വിശക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ ബ്രെഡ് ആൻഡ് ജാം ഇതൊക്കെ മതിയാവോ ഒരു മനുഷ്യന്, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും വിശപ്പിൻ്റെ വിളി വരികയാണെങ്കിൽ ലെറ്റ്സ് സീ ദെൻ. പിന്നെ ഈ പഴം റോസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അപ്പം ഞാൻ ദിസ് ഇസ് ബിഗ് ടാസ്ക് നോ. സോ ഐ വിൽ ഷോ ലൈക്ക് ദിസ്. യെസ്, കുറച്ച് പഞ്ചസാര കൂടെ വിതറാമിടാം. വീട്ടിലായിരുന്നപ്പോൾ നല്ല ചോറും, ഞാൻ ചോറിൻ്റെ ആളാണ് കേട്ടോ. എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഐ ജസ്റ്റ് ലൈക്ക് ചോറ്. പിന്നെ എന്ത് കറിയാണോ ആ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോറും കറിയൊക്കെ. അപ്പോൾ അമ്മ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചാലും അമ്മ ചമ്മിപ്പോവും. വരുമ്പോൾ എന്നും അമ്മ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്നും തെറി കേൾക്കുന്നത് അമ്മ ഉണ്ടാക്കി വെച്ച സാധനം കഴിക്കാത്തതിനാണ് യൂഷ്വലി. എനിക്കറിയില്ല എന്തെങ്ങനെയായി പോയി. നമ്മൾ പറയും എന്ത് സാധനം, ഇത് എന്ത് കൊച്ചാണത്, ഓരോ പിള്ളേർക്കൊന്നും ഇല്ലാഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ഒരു ഉപദേശമുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാനത് ഓർക്കുന്നു. പക്ഷെ എനിക്കിപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും എനിക്കങ്ങനെ പലഹാരങ്ങളൊന്നും ലൈക്ക് ദോശയൊക്കെ എനിക്കിഷ്ടം. ചപ്പാത്തി, ഉപ്പുമാവ്, പുട്ട്, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഐ ഓൺലി ലൈക്ക് ദോശയൊക്കെയാണ് എനിക്കിഷ്ടം. ദോശ, ഇഡ്ഡലിയൊക്കെ. പക്ഷെ അത് കുറച്ച് 2-3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ ഞാൻ അതും കഴിക്കില്ല. പക്ഷെ എനിക്ക് ചോറ് എനിക്ക് എപ്പോൾ തന്നാലും ഐ ഫീൽ ഞാനും ചോറും തമ്മിൽ എന്തൊക്കെയോ ആത്മബന്ധമുള്ളതുപോലെ എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ദേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും TV ഓണാക്കിയിട്ടുണ്ട്. ഓണാകും മകനെ. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന സമയത്ത് ഐ വാസ് ലൈക്ക് ടോട്ടലി ഞാൻ എക്സോസ്റ്റഡ് ആയിരുന്നു, മെൻ്റലി, ഫിസിക്കലി ആൻഡ് ഓൾ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഞാൻ തന്നെ നാട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തു. അത് ആദ്യം ഇവിടെ നിന്ന 3 മാസം എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ, ഞാൻ ഇങ്ങനെ ലിറ്ററലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ പോലെയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയി ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്തു. ഒരു കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എന്താണ് വെറുതെ ഇരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ എന്താണ് ചെയ്യാറ് വീട്ടിലിരുന്നപ്പോൾ, അങ്ങനെ ഞാൻ ആലോചിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് ഡൽഹിയിലേക്ക് വരുന്നേക്ക് 1 വീക്ക് മുമ്പായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഡെയിലി റൊട്ടീൻ ഉണ്ടായിരുന്നു. ലൈക്ക് മോർണിംഗ് ഓഫീസിൽ പോവുക, ഈവനിങ് വരിക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്വിക്ക്ലി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ
ഇവിടെ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ഐ വാസ് ലൈക്ക് ഒന്നുമില്ല ചെയ്യാൻ, ടോട്ടലി ഫ്രീ. ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഞാൻ എന്താ ചെയ്യാറുള്ളത്, എനിക്ക് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിൽ അങ്ങനെ. സോ ഞാൻ ഇത്തവണ പോയപ്പോൾ, ഐ മീൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ശരിക്കും എന്നെ അങ്ങോട്ട് ഞാനായിട്ട് തന്നെ ഞാൻ നിന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്കും, കുറേ നേരം ഞാനിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും, കുറേ നേരം ഞാൻ വ്ളോഗൊക്കെ കണ്ട് ലൈക്ക് എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിങ്ങനെ വ്ളോഗൊക്കെ കാണും, കുറേ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ദിവസം ഓൾമോസ്റ്റ് ടിൽ ഈവനിങ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫോണും ടിവിയും യൂട്യൂബൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. സോ ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആവുന്ന പോലെയും ടൈം പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ ഇവിടെ ഡൽഹിയിൽ ആദ്യം വന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ എന്നോട് പറയാറുണ്ടായിരുന്നു, നീ ടി വി കാണ്. അപ്പോൾ എനിക്ക് ടി വിയാ, ഞാൻ എന്നിട്ട് ടി വി കാണുന്നത്, അങ്ങനെ ഒരു ഫീലായിരുന്നു. പക്ഷേ ഞാനിവിടെ ഇത്തവണ വന്നപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബൊക്കെ ഞാൻ ഈ ടി വിയിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന വീഡിയോസ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സജഷനായിട്ട് വരും, ഞാൻ കാണും. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ വൈകുന്നേരം വരെ. അതുകൊണ്ട് ഞാൻ ടി വി ഓണാക്കി നമുക്ക് ഇതിൽ വീഡിയോസ് കണ്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, പഴം ഭയങ്കര മധുരം, പഴത്തിന് ഓൾറെഡി നല്ല മധുരം, പിന്നെ അതിനെ കൂടെ കുറേ പഞ്ചസാരയും കൂടി ഇട്ടപ്പോൾ അതിലേറെ മധുരം. ബൂസ്റ്റ് കറക്റ്റ് മധുരമായിട്ടോ. എനിക്ക് ഭയങ്കര മധുരം ഇഷ്ടമല്ല. ബൂസ്റ്റ്, പാല്, ചായ അതിനകത്തൊന്നും എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല. അത് കറക്റ്റായി. സോ ഐ തിങ്ക് ഐ ക്യാൻ സീ സം വ്ലോഗ് ഓർ കണ്ടോട്ടെ എന്തെങ്കിലും. സോ ഗായ്സ്, ഞാനപ്പോൾ ഇത്രയും നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 12 മണിയായി, വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കുക്ക് ചെയ്താണ് കഴിക്കാറ്. ഇവിടെ നിന്ന് ഫുഡ് എടുക്കാറില്ല, കാരണം ഇവിടെ നിന്ന് ഫുഡ് എടുത്താലും ഞാനത് കഴിക്കില്ല. സോ ഞാൻ വെറുതെ എന്തിനാണ് ഇവിടെ പേയ്മെൻറ്റ് കൊടുത്ത് എൻ്റെ പൈസ വേസ്റ്റ് ആക്കുന്നത്, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കുക്ക് ചെയ്തുകൂടെ, അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സാക്ഷിയും കൂടെ പുറത്ത് പോയപ്പോൾ കുറച്ച് അരി മേടിച്ചു, ഒരു 1/2 കിലോ അരി മേടിച്ചു. അതിനകത്ത് ഓൾമോസ്റ്റ് തീർത്തത് ഞാൻ തന്നെയാണ്. സോ കുറച്ച് ചോറ്, കുറച്ച് കറി എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കും, കഴിക്കും. എനിക്കതാണ് കൂടുതൽ സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നാറുള്ളത്. സോ ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 4 മിനിറ്റിനുള്ളിൽ വരും, കാരണം എൻ്റെ ഓയിലൊക്കെ തീർന്നിരിക്കുക. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ഈ പാരച്യൂട്ടിൻ്റെ ഈ ഒരു ഓയിലായിട്ട് യൂസ് ചെയ്യാറ്. അത് അത്യാവശ്യമുണ്ട്, പക്ഷേ ഇത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ തീർക്കും. അപ്പോൾ എനിക്കിത് പോരാ, കുക്ക് ചെയ്യണ കാരണം കൊണ്ട് കുറച്ചും കൂടെ വേണം. സോ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന്. സോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഞാനിവിടെ ഫോണോട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ലൈറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവും, എനിക്ക് വയ്യ. തട്ടിക്കൂട്ടിയുള്ളൊരു വീഡിയോ എടുക്കലാണ്, എനിക്ക് മടിയാണ് കുറച്ചൊക്കെ. അപ്പോൾ എന്താണെങ്കിലും എനിക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, എന്നാലാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പോയി പാത്രങ്ങൾ കഴുകിയിട്ട് എല്ലാം ചെയ്യും. സത്യം പറഞ്ഞാൽ കോമഡിയാണ്, എനിക്കിവിടെ കുക്ക് ചെയ്യാൻ വേറെ പാത്രങ്ങളൊന്നുമില്ല. ഓ, കറണ്ട് പോയി കയറുന്നല്ലേ. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇടാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കുഴപ്പമില്ല. I think it's better to take video from this side now. Yeah. Guys, അപ്പോൾ എനിക്കിവിടെ കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ സാക്ഷിയുടെ ചായ ഉണ്ടാക്കുന്ന മറ്റേ സോസ് പാൻ ഉണ്ടല്ലോ, ഇതിനകത്താണ് ഞാൻ ആക്ച്വലി ചോറുണ്ടാക്കാൻ പോണേ. എനിക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നത് ശ്രദ്ധ കേട്ടോ. ഞാനിവിടെ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഹോംലി ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ചോറും കറിയൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഫുഡ് എനിക്ക് ഞാൻ എന്താ പറയുക, നിലനിന്ന് പോകാൻ വേണ്ടി, ഞാൻ ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് ആക്ച്വലി, അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. അപ്പം ഞാൻ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും. കാരണം ഇവിടെ കുറച്ച് പാത്രങ്ങളും ഗ്യാസ് സ്റ്റവും സംഭവങ്ങളൊക്കെ എൻ്റെ എല്ലാം സാക്ഷിയുടെയാണ്, എന്നാലും എനിക്ക് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വാങ്ങിച്ചാലും
എനിക്കത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഞാനിവിടെ എത്ര നാളുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യണ പോലെ, മണി വേസ്റ്റ് ചെയ്യണ പോലെയൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് വാങ്ങിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ വാങ്ങണമായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വാങ്ങിക്കുന്നത് ബുദ്ധിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്തേ പാത്രങ്ങളൊന്നും വാങ്ങിച്ചില്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് ശ്രദ്ധയാണ് പറഞ്ഞു തന്നെ. അപ്പം ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ യെസ്, ചോറായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചോറ് ഒരു കഞ്ഞിയുടെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. സോ ഞാൻ ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അത് കട്ടി പിടിച്ചിരിക്കുക. അപ്പം ഞാൻ ഇതിനകത്താണ് ഉണ്ടാക്കാൻ പോണേ. നമുക്ക് ചോറ് അടുപ്പത്ത് വെക്കാം. പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു ഗായ്സ്. Rice is cooking here. Curry, salt, cooking up. യെസ് ഗായ്സ്, ഞാനപ്പോൾ ചോറുണ്ടാക്കി. ചോറ്, കോവയ്ക്ക ഉപ്പേരി ആൻഡ് അച്ചാർ. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഞാൻ അത് കഴിക്കട്ടെ. വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവരുടെ ഒരു പരാതി കേട്ടില്ല. ഇത്തിരി തണുപ്പ് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. അപ്പോൾ കുറച്ചു നേരം സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും മലയാളം പടം കാണാൻ തോന്നി. അത് ഞാൻ മല്ലു സിംഗ് വച്ചേക്കാട്ടോ പടം കണ്ടുകൊണ്ടിരിക്കുക. ഹിന്ദി അത്ര പ്രശ്നമുള്ള ഭാഷയൊന്നുമല്ല. നമ്മൾ എത്ര ആളുകൾ എത്ര നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ പഠിപ്പിച്ചേരാ ഒന്നും. ഹായ് ഗായ്സ്. സോ ഞാൻ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, കോഫി ഉണ്ടാക്കി കുളിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് തിരക്കിൽ വിട്ടുപോയി. എൻ്റെ ലഗേജസൊക്കെ ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. കാരണം ഞാനിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് മാറ്റിയിട്ടില്ല. പക്ഷേ ഈ സൺഡേ എനിക്കിതെല്ലാം എൻ്റെ വാട്ടർ ബില്ല് അറേഞ്ച് ചെയ്യണം. സോ സൺഡേ എനിക്ക് അതായിരിക്കും പരിപാടി. അപ്പോൾ അതുവരെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള പെട്ടിയാണ്. അത് എൻ്റെ ക്രൂ പെട്ടിയാണ്. ഓക്കെ, അങ്ങനെ സാക്ഷി ഇത്രയായിട്ടും വന്നിട്ടില്ല കേട്ടോ. ഇത്ര നേരം ലേറ്റ് ആവാറില്ല. ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആവാറായി. എനിക്കറിയില്ല ഇന്ന് ഡിന്നറിന് ഞാൻ എന്താണ് ചെയ്യാൻ പോണേന്ന്. ഞാൻ വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്ന്. ഇന്ന് എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. മിക്കവാറും ഒന്നും കൂടെ എനിക്ക് പുറത്ത് പോകേണ്ട വരും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സാക്ഷി വന്നിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹെർ ആക്ച്വലി. പിന്നെന്താ, ഇപ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ പകലൊക്കെ ചുമ്മാ ഇരിപ്പാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫോൺ നോക്കുക, TV കാണുക, അങ്ങനെ. പിന്നെ ഇന്നെനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി. കാരണം ഞാൻ എൻ്റെ തുണികളൊക്കെ ഓൾറെഡി ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നു. സോ എനിക്കത് ജസ്റ്റ് ഒന്ന് എടുത്ത് മടക്കി വയ്ക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലാതെ അലക്കാനുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇന്ന് ടുഡേയ്സ് ലൈക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമായിരുന്നു. കംപ്ലീറ്റ്ലി റെസ്റ്റാണ് 2 ദിവസമായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ആദ്യമേ ചെയ്തു. ഈ വാക്സിൻ ഇതൊക്കെ അതൊന്നും ചെയ്യാണ്ടായില്ല. പക്ഷേ സമയം പോകുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, നാട്ടിൽ എനിക്ക് ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എനിക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ടാവും. എനിക്ക് കുറേ ടൈമുള്ള പോലെ ഫീൽ ചെയ്യും നാട്ടിലുള്ള സമയത്ത്. പക്ഷേ ദിവസങ്ങൾ വേഗം പോകും. പക്ഷേ ഓരോ ദിവസം ഇങ്ങനെ മണിക്കൂറുകൾ കുറേ ഉള്ള പോലെ തോന്നും. പക്ഷേ ഇവിടുത്തെ എനിക്ക് ഒരു മണിക്കൂർ എന്താ പറയുക, ഒരു മണിക്കൂർ ഒന്നും അല്ലാത്ത പോലെ തോന്നും. പെട്ടെന്ന് സമയം പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ദാറ്റ്സ് എനിവേസ് നല്ലതാണ്. പിന്നെന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിലാണെങ്കിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, ഞാൻ എവിടെയൊക്കെ പോകുമെന്നറിയോ, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നേരം ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നതും
നേരത്തെ അധികം വൈകാതെ ഉറങ്ങുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. അപ്പം നാളെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സാക്ഷിക്കും ഒരു ഔട്ടിങ്ങിന് പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഔട്ടിങ് ഇൻ ദ സെൻസ് അവൾ ഇവിടത്തുകാരിയാണെങ്കിലും എവിടെയും പോയിട്ടില്ല. ഞാൻ പോയിട്ടുള്ള അത്രയും പോലും അവൾ എവിടെയും പോയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഓൾ പ്ലേസസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, കുറേ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. എന്താ പറയുക, ഇന്ത്യ ഗേറ്റ്, പിന്നെ കുത്തബ് മിനാർ പോയിട്ടുണ്ട്, സരോജിനി പോയിട്ടുണ്ട്, പിന്നെ ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ സാക്ഷി എവിടെയും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ഡൽഹിയിൽ പോകണം. ഓക്കെ, ഡൽഹിയിൽ പോവാം. അപ്പോൾ നാളെ ഞങ്ങൾക്ക് അതാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ പുള്ളിക്കാരത്തിനെ കാണാനില്ല. ഞാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാനിനി സാക്ഷി വന്നിട്ട് വരാം. See, but I think I have another vegetable. So guys, ഞാനപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് കുക്ക് ചെയ്യാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞപ്പോൾ, നാളത്തേക്ക് വേണ്ടി അരിഞ്ഞതാണ് ശരിക്കും. പക്ഷേ എനിക്കിത് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്യാബേജ് ഇങ്ങനെ തോരൻ കഴിക്കാൻ തോന്നി. കാരണം ഇവിടെ ഇങ്ങനെ ക്യാബേജ് തോരനൊന്നുമല്ല. ഇവിടുത്തെ ആൾക്കാർ ഇതിങ്ങനെ ചുമ്മാ സബ്ജി പോലെ ഇങ്ങനെ പുഴുങ്ങിയൊരു കറി ഉണ്ടാക്കും. അതാണെങ്കിൽ നമുക്ക് വായി വയ്ക്കാൻ തോന്നില്ല. സോ എനിക്കിങ്ങനെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ തോന്നി. കടുകും തേങ്ങയൊന്നുമില്ല, ജസ്റ്റ് പച്ചമുളകും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എനിക്ക് ചോറ് ഉണ്ടാക്കാനൊരു മൂഡ് ഉണ്ടായില്ല. കാരണം ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച കാരണം കൊണ്ടായിരിക്കാം മേ ബി. സോ ഞാൻ കുറച്ച് ഓട്സ് ഇങ്ങനെ കഞ്ഞി പോലെ ഉണ്ടാക്കി. ഇതെൻ്റെ ഭയങ്കര ഒരു കംഫർട്ടായിട്ടുള്ള ഫുഡാട്ടോ. അതിങ്ങനെ കഞ്ഞി പോലെ ഞാൻ കഴിക്കും. സോ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ഈ ഓട്സ് അതേപോലെ ക്യാബേജ് തോരനുമാണ്. എനിക്കെന്താണെന്നറിയില്ല, ഞാനിപ്പോൾ കുക്കിംഗ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടുള്ള സമയത്തെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഓൾറെഡി ലോ ബി.പി. അപ്പം ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഫുഡ് കഴിക്കാതെ വേറൊരു വഴിയുമില്ല. എന്നാൽ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നു ഇല്ലാതായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ ഇപ്പം എനിക്ക് എന്താ പറയുക, ഇവിടെ നിന്ന് കഴിക്കേണ്ട പകരം എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാമെങ്കിലും ചെയ്യാം. എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സാക്ഷി ഇപ്പോൾ കുക്ക് ചെയ്യാണ്. അവളും ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ എനിക്കതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ അപ്പോൾ ഇതിനിടയിൽ ഞാൻ വൈകുന്നേരം കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു. പക്ഷെ ഞാൻ എന്നാലും എടുത്തായിരുന്നു കേട്ടോ. കുറച്ച് ചെറിയൊരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിയും കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഒരു പാത്രത്തിനൊരു കുഴപ്പമുണ്ട്. ഞാൻ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം അനുസരിച്ചിട്ടും ടേസ്റ്റ് മാറുന്നു. ഈ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ കരിയും അല്ലെങ്കിൽ വേവില്ല. അല്ലാതെ ഇതിൻ്റെ ഇടയിലുള്ളൊരു പാകത്തിൽ എനിക്ക് ഞാൻ കിട്ടാറില്ല. ഉണ്ടോ ഈ കരിയുന്നുണ്ടോ? എന്തായാലും ഇതെന്താണെന്നറിയില്ല, ഒന്ന് ഉച്ച കഴിഞ്ഞ് ഭയങ്കര ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യായിരുന്നു. ഉച്ച കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരുന്നു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ. പിന്നെ നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങാനൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ ഒരാഴ്ച പോയത് ഇറങ്ങിയില്ല കേട്ടോ. പെട്ടെന്ന് ഒരാഴ്ച പോയി, പെട്ടെന്ന് പോയി. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്തൊന്നും ഫ്ലൈറ്റ് അവർ ഇട്ടിട്ടില്ല. അടുത്ത ആഴ്ചയാണ് എനിക്കിനി ഫ്ലൈറ്റ് ഉള്ളൂ. ഇതിനിടയിൽ അവരെന്നെ ഫുൾ ഔട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എപ്പോഴാണ് ഫുൾ ഔട്ട് ചെയ്യണേ. ഈ ക്യാബേജ് തോരനൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ആ സദ്യക്കൊക്കെ. പക്ഷെ ഇവിടെയോ, ഇവിടെ ചുമ്മാ കോളിഫ്ലവർ കറിയുടെ ഒക്കെ കൂടെ വെറുതെ ഇങ്ങനെ ഒരു ആന കഷ്ണം പോലെ അരിഞ്ഞിങ്ങനെ ഇടും. വായി വയ്ക്കാൻ കൊള്ളൂ. കുറച്ച് സാമ്പാർ അവിയലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എന്നോട് പറയും, ഇത് എൻ്റെ കൈ കാണുന്നുണ്ടല്ലോ, എന്നിട്ട് എന്നോട് പറയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ.
എനിക്ക് സന്തോഷമാവും. ഒരു ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ചോറിനേക്കാളും കൂടുതൽ കറിയാണ് കഴിക്കാറ്. പക്ഷെ അത് നല്ലതുമാണ്. ചോറ് അത്രയ്ക്ക് ഒരുപാട് കഴിക്കുന്ന നല്ലതല്ല. പക്ഷെ ഈ ലോ ബി പി ഉള്ള ആൾക്കാരുടെ കഷ്ടപ്പാട് എപ്പോഴും അതെ, അങ്ങനെ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങനെ ടയേർഡായ പോലെ എംപ്റ്റിനെസ് ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ എന്തൊക്കെയോ പറയണ്ടല്ലേ. സാക്ഷി ഇങ്ങനെ അവിടെ ഫോണൊക്കെ നോക്കി കിടപ്പുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ കിച്ചൺ ഏരിയ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കാരണം ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് അധികം സ്ഥലമില്ലാത്തതുപോലെ. സത്യം പറഞ്ഞാൽ കബോർഡിലൊക്കെ സ്ഥലമുണ്ട്, വേണമെങ്കിൽ അവിടെയൊക്കെ വയ്ക്കാം. പക്ഷെ അത് എടുക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ താഴെ പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്താൽ കൊള്ളാമൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും അത് വാങ്ങിക്കണം. എനിക്കിത് കരിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ മര്യാദയ്ക്ക് വെന്തുകൂടെ. പാത്രത്തിൻ്റെ ആയിരിക്കും അല്ലേ, എന്ത് പാത്രമാണോ അത് അറിയില്ല. അടുത്ത ആഴ്ച എനിക്കാണെങ്കിൽ വീട്ടിൽ പോകണം. വീട്ടിൽ പോയി വരണം. നമുക്കറിയില്ല എന്നാണ് നമ്മൾ ബേസിലേക്ക് വിടണേന്നുള്ളത്. അപ്പോൾ അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പോയി വരാനുള്ളൊരു തോന്നലൊക്കെ വരും ഉള്ള സമയത്ത്. എന്ത് ചെയ്യാൻ പറ്റും. ഹോം സിക്നെസ് അറ്റ് ദ പീക്ക്. കുറച്ചും കൂടെ എനിക്ക് ക്യാബേജ് ഇങ്ങനെ കുറച്ച് കരിയുന്നതും ഇഷ്ടമാണ് കേട്ടോ. ഈ ചില എൻ്റെ സിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കരിച്ചുണ്ടാക്കി തരും. അപ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. സത്യം എനിക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കി കഴിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ കോക്കനട്ട് ഓയിൽ ഞാൻ തീർത്തു. സോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് മറ്റേ സൺഫ്ലവർ ഓയിലാണ്. ഞാൻ ഉദ്ദേശിച്ച സ്മെല്ല് വന്നു നോക്കട്ടെ. ഓൾമോസ്റ്റ് തേങ്ങയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. സോ ഇറ്റ്സ് ടൈം ടു ഈറ്റ്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ല, ഞാൻ കഴിക്കട്ടെ. പാത്രം കഴുകാനൊക്കെ ഉള്ളത് ഇവിടേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇത് തട്ടാം. കുറച്ചുള്ളൂ, ജസ്റ്റ് ഒരു കഞ്ഞി പോലെ കഴിക്കാനായിട്ട്. അങ്ങനെ അതെ കഞ്ഞിയും ക്യാബേജും പിന്നെ അതെ ഒരു നാരങ്ങ ഉപ്പിലിട്ടതും ഇതും കൂട്ടിയിട്ടാണ് ഞാൻ കഞ്ഞി കഴിക്കാൻ പോകുന്നത്. Guys, and it's time for sleep. You can talk. It's okay. No. Just completely record it. Oh, sorry. Okay, അപ്പോൾ ഞാൻ ഏകദേശം ഉറങ്ങണ സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ബുക്കൊക്കെ വായിക്കാറുണ്ട്. സാക്ഷി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വ്ലോഗ് എടുക്കണുണ്ട്. അപ്പോൾ അവൾ പെട്ടെന്ന് നിർത്തി. You got the meaning? No. നിർത്തി means stop. Stop. Yeah, stop. അപ്പോൾ ഞാൻ ഈ ബുക്ക് കുറച്ച് വായിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. Yeah, guys, do like, share, subscribe, comment, and shower all your love on Shilpa's vlog. Thank you. Peace out. Love you all. So that she can talk. Okay, bye guys. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.